അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ നമ്മുടെ വിശിഷ്ടാതിഥികളായ ഷെരീഫ് മാസ്റ്റർ തിരൂർക്കാട്, റഫീഖ് ചെറുശ്ശേരി, മറ്റു താഴക്കോട് സംയുക്ത മഹല്ല് നിവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പാണ് താഴക്കോട് ടൗണും അത് കേന്ദ്രീകരിച്ചുള്ള മഹല്ലുകളിലും ഉൾപ്പെടുന്ന ഒരു സംയുക്ത മഹല്ല് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഏകദേശം നമ്മുടെ സംയുക്ത മഹല്ല് 2000-ഓളം വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഈ താഴക്കോട് സംയുക്ത മഹല്ലിൻ്റെ നല്ല ഒരു പ്രവർത്തനങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം മുതൽ തന്നെ അതിന് നമ്മുടെ നാട്ടുകാരായ ആളുകളിൽ നിന്നൊക്കെ നല്ല നിലയിലുള്ള നല്ല സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ പിന്തുണയുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ താഴക്കോട് മഹല്ലിന് ഇവിടെ കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ താഴക്കോട് പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുരോഗതിയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നമ്മുടെ കാരണവന്മാരായ ആളുകളൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദഗതിയിലാവുകയും അത് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ നാട്ടുകാരായ കാരണവന്മാരുടെയും നമ്മുടെ നല്ലവരായ സുഹൃത്തുക്കളുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു പറ്റം യുവാക്കളുടെ ശക്തമായ പരിശ്രമത്തിൻ്റെ ഫലമായി അത് ഏകദേശം ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് നമ്മൾ ഈ പരിപാടി വെച്ച് തന്നെ ഒരു പൊതുപരിപാടിയായിട്ടാണ് വെച്ചിരുന്നു എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ മുഴുവൻ ആളുകളും നമ്മുടെ താഴക്കോട് നിവാസികളാണ് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായി കണ്ടുമുട്ടാത്ത ആളുകൾക്കൊക്കെ പരിചയം പുതുക്കാനും ഒരുമിച്ച് കാണാനുമുള്ള ഒരു വേദി കൂടി ഇന്നത്തെ ഈ ഒരു സദസ്സുകൊണ്ട്, ഈ സംഗമം കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെയധികം ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. താഴക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മണ്ണാണ് താഴക്കോടിൻ്റെ മണ്ണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലപ്പുറം ജില്ലയിലാണെങ്കിലും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്താണെങ്കിലും ഒരുപാട് പണ്ഡിതന്മാരുടെയും മഹൽ വ്യക്തികളെയും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള നമ്മുടെ താഴക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആ പൂർവികന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ പാതയും അതുപോലെ തന്നെ അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങളുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി നാട്ടുകാരായ നിങ്ങളെ ഉണർത്തുകയാണ്. നമ്മൾ ഈ മഹല്ല് സംരംഭവുമായി മുന്നോട്ട് പോകുമ്പോൾ 3-4 ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഒന്നാമതായിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ താഴക്കോട് മഹല്ലിനെ സംബന്ധിച്ചാണെങ്കിലും ഏത് മഹല്ലുകളാണെങ്കിലും നമ്മുടെ മഹല്ലുകളുടെ പുരോഗതി പ്രവാസികളായ നമ്മുടെയൊക്കെ ഒരു പ്രധാനമായ പങ്ക് വഹിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടമാണ്. അതിൽ നമ്മുടെ മഹല്ലിൻ്റെ പുരോഗതിക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമ്മുടെ ഈ മഹല്ല്, ഈ കമ്മിറ്റി അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം ഉദ്ദേശിക്കുന്നത്, പ്രവാസികളായി കാലാകാലം പ്രവാസികളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇവിടെ പ്രവാസികളായ ആളുകളൊക്കെ നമ്മൾ നാട്ടിൽ നിന്നുള്ള വിവിധ റിലീഫ് പ്രവർത്തനങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വളരെ സജീവമായി നിൽക്കാറുണ്ടെങ്കിലും പ്രവാസിയെ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥ, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ആരും തന്നെ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തുക, മറ്റുള്ള മഹല്ലുകൾക്കൊക്കെ ഒരു മാതൃകയാവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ താഴക്കോട് മഹല്ലിൽപ്പെട്ട അവശത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി താഴക്കോട് സംയുക്ത മഹല്ല് കമ്മിറ്റി അവരുടെ കൂടെ നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു ഘട്ടമാണ്. ഈ വിദ്യാഭ്യാസപരമായ നിലയിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സാമ്പത്തികമായി സഹായിക്കാൻ, സാമ്പത്തികമായി ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയും ഈ മഹല്ല് കമ്മിറ്റി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങളും അതുപോലെ തന്നെ
അത് ചികിത്സ കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. അവർക്കൊക്കെ നമ്മൾ വലിയ ഒരു ദൗത്യം അവരുടെ എല്ലാം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ള, നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരു സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കാര്യത്തിലും നമ്മൾ വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ഈ കമ്മിറ്റി തുടക്കത്തിൽ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട പദ്ധതികളൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാരായ ആളുകളുടെ മുഴുവൻ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിലുള്ള നമ്മുടെ ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരും അതിൽ അകമഴിഞ്ഞ് നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇത് എത്രത്തോളം വിജയിക്കുമെന്നുള്ള ഒരുപാട് ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. ഏകദേശം 3-4ാമത്തെ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടിയിലൊക്കെ വളരെ വലിയ ഒരു പിന്തുണ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടുകാരായ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളുടെയൊക്കെ വളരെ സജീവമായി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആയതുകൊണ്ട് കൂടുതൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കൊരു തടസ്സമല്ല. ഈ മഹലിൻ്റെ പുരോഗതിക്കും ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതികൾക്ക് താഴെക്കോട്ടുകാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി, ഒരേ അജണ്ടയോടുകൂടി, ഒരേ അഭിപ്രായത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ യോഗത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇവിടെ മുഖ്യ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പ്രിയങ്കരനായ ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ പ്രിയങ്കരനായ പുത്രൻ ചെറുശ്ശേരി റഫീഖ് അവർകളാണ്. അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മളിവിടെ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് സമകാലിക ഈ സംഭവങ്ങളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഇത്. നമ്മൾ കുടുംബങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും ആധുനിക യുഗത്തിലെ ഇൻ്റർനെറ്റിൻ്റെ തെറ്റും ശരിയും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ കാലിക പ്രാധാന്യമുള്ളൊരു വിഷയം ബഹുമാന്യനായ ഷെരീഫ് മാസ്റ്റർ തിരൂർക്കാട് അവർകൾ ഇവിടെ അവതരിപ്പിക്കും. അദ്ദേഹം ഇവിടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ മഹലിൻ്റെ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധത്തിലും ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങളും, അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും അല്ലാത്ത രൂപത്തിലും എല്ലാവിധത്തിലും നിങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കോളും. ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടാകും, എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹലിലെ ഞങ്ങളുടെയൊക്കെ കാരണവന്മാരായി ഞങ്ങൾ കാണുന്ന ബഹുമാന്യനായ നാലകത്ത് മുത്തു, അതുപോലെ തന്നെ MT ജലീൽ, അതുപോലെ തന്നെ നമ്മുടെ AP സാലി തുടങ്ങിയ ആളുകളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹികളായ ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പ്രിയങ്കരനായ ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റുമാരായ NP സവാദ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രഷറർ NP ഷിഹാബ്, അതുപോലെ നൗഫൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറിമാരിൽ ഒരാളായ KK സഫറു, ഞങ്ങളുടെ മീഡിയ കോർഡിനേറ്റർമാരായ MT ബാബു, അതുപോലെ തന്നെ NP ആഷിം, നാലകത്ത് ആഷിം തുടങ്ങിയ ആളുകളെയും ഈ പരിപാടിയുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റുള്ള നമ്മുടെ നാട്ടുകാരായ ഷാഫി, അതുപോലെ തന്നെ ഷൗക്കത്ത്, മറ്റുള്ള മുഴുവൻ ആളുകളെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷനിൽ ഇരിക്കുന്ന നൗഫൽ, മറ്റുള്ള മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ നാലകത്ത് മുത്തുവിനെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രസംഗം ഈ യോഗത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. അതായിരിക്കും നല്ലത്. കാരണം അഫ്സലിപ്പം നന്നായിട്ട് പ്രസംഗിച്ച്, ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രാസംഗികന്മാരുണ്ട്. ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട റഫീഖ് ചെറുശ്ശേരി അവരുകളെ ക്ഷണിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസല റസൂലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സുമ്മ അമ്മാ ബഅദ്.
وقد قال الله عز وجل في القرآن المجيد والفرقان العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا صدق الله مولانا العلي العظيم وقد قال رسول الله صلى الله عليه وسلم كل معروف صدقة എന്ന് സദഖ റസൂലുഹുൽ കരീം റബ്ബി യസ്സിർ വലാ തുഹസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹൽഹിക്നി ബിസ്സാലിഹീൻ റബ്ബി യസ്സിർ വലാ തുഹസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹൽഹിക്നി ബിസ്സാലിഹീൻ റബ്ബി യസ്സിർ വലാ തുഹസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹൽഹിക്നി ബിസ്സാലിഹീൻ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബിനാ وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين അഭിവന്യരും ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ സ്നേഹനിധിയായിട്ടുള്ള നാലകത്ത് റഷീദ് സാഹിബ് അവറുകളെ, ഈ സംഗമത്തിൻ്റെ സ്വാഗത പ്രഭാഷണം നിർവഹിക്കപ്പെട്ട സ്നേഹനിധിയായിട്ടുള്ള അഫ്സൽ സാഹിബ് അവറുകളെ, ബഹുമാന്യരായ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ അഭ്യുദയകാംക്ഷികളെ, സദസ്സിലെ ദീനീ ചിന്തകന്മാരെ, ബഹുമാനമുള്ള താഴേക്കോട് മഹല്ല് മുസ്ലിം വെൽഫെയർ കമ്മിറ്റിയുടെ സമുന്നതരായ പ്രവർത്തകന്മാരെ, ബഹുമാനമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയുടെ വിളിയാളം കേട്ടുകൊണ്ട് ഈ സംഗമത്തിലേക്ക് എത്തിയിട്ടുള്ള എൻ്റെ ഉമ്മപങ്ങന്മാരായ സഹോദരിമാരെ, ഞാൻ ആദ്യമായി അല്ലാഹുവെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ വ മുബാറക്കൻ. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കുന്നതിലും അതിലുപരി ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നതിലും എനിക്ക് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യവും എനിക്ക് അങ്ങേയറ്റത്തെ അനൽപമായ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ ഈ വിനീതൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അഭിമാനകരമായ അസ്തിത്വത്തിന് അസ്ഥിവാരമിടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ, അതുപോലെ തന്നെ നിതാക്കാത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധി നമുക്ക് മുമ്പാകെ തൂങ്ങി നിൽക്കുന്ന ഈ സന്ദർഭത്തിലും നിങ്ങൾ ഇതുപോലെയുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ചുക്കാൻ പിടിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ താല്പര്യത്തോടു കൂടിയാണ് സത്യത്തിൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. ഞാൻ ഒരു സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രഭാഷണത്തിന് മുതിരാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മാനവരാശിയുടെ മാർഗദർശനത്തിനായി പ്രപഞ്ച സൃഷ്ടാവ് ഒട്ടേറെ ദൈവദൂതന്മാരെ നിയോഗിക്കുകയും പല വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൻ്റെ ചുരുളുകളിലും ലോകത്തിൻ്റെ ഭിന്നകോണുകളിലൊക്കെ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള മനുഷ്യനാഗരികതകൾ നാം നിരീക്ഷണം നടത്തിയാൽ അവർക്ക് പിന്നിൽ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും പാലകരായി കടന്നുപോയിട്ടുള്ള പരസഹസ്യം പുണ്യപുരുഷന്മാരുടെ പാദമുദ്രകൾ, ധർമ്മശകലങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വന്നേക്കാം. അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ റാഹത്തുല്ലിൽ ആശിഖീൻ വമുറാദുൽ മുഷ്താഖീൻ വമുഹിബ്ബുൽ ഫുഖറാഹി വൽ മസാക്കീൻ, ലോകത്തിൻ്റെ അമ്പിളി തിങ്കൾ വരെയുള്ള യുഗദീർഘങ്ങളിൽ 1,23,999 പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെ ശരിവെച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകന്മാർ വരാത്തൊരു കാലഘട്ടമോ ഒരു സമുദായമോ ഇല്ല. അങ്ങനെ 23 വർഷക്കാലത്തെ സാരസമ്പൂർണമായ ജീവിതത്തിന് ശേഷം വിശ്വപ്രവാചകൻ്റെ തൻ്റെ പ്രൗഢഗംഭീരമായ ഹജ്ജത്തുൽ വദാഇൽ, തൻ്റെ ചരിത്രപ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇൽ 1,24,000 സഹാബാ കിറാമിങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വിശ്വഗുരു
ഒരു സംഗതി ഊന്നിപ്പറഞ്ഞു. അതുമാത്രമാണ് വളരെ ഊന്നിപ്പറയുകയും അതിൽ മാത്രമാണ് ഞാൻ എൻ്റെ പ്രസംഗം ഒതുക്കാൻ ആഗ്രഹിക്കുകയാണ്. യാ ഹയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇൻ അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം വ ആദമ മിൻ തുറാബ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ലാ ഫർഖ ബൈന അറബിയ്യുൻ വ അജ്മിയ്യുൻ ഇല്ലാ ബിത്തഖ്വ എന്ന് പറഞ്ഞ് വിശ്വപ്രവാചകൻ ഈ വചനങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. ജബലുർ റഹ്മത്തിൻ്റെ അടിവാരത്തിൽ നിന്ന് ഈ പ്രൗഢഗംഭീരമായ പ്രസംഗം നിർവഹിക്കപ്പെടുമ്പോൾ പ്രവാചകൻ്റെ ഒട്ടകം ഞാൻ നേരത്തെ ഓതിയ അല്യൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിന് താങ്ങാൻ കഴിയാതെ ആ ഒട്ടകം നിലംപതിച്ചതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ തൻ്റെ ഹജ്ജത്തുൽ വദാഇൽ വിശ്വപ്രവാചകൻ രണ്ട് കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി, ഞാൻ നിങ്ങളെ രണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് കിതാബല്ലാഹി വ സുന്നത്തി റസൂലിഹി, ഒന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിനെ മുറുകെ പിടിക്കണം. വ സുന്നത്തി റസൂലിഹി, എൻ്റെ നബിചര്യ നിങ്ങൾ പിൻപറ്റണം. അതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ പരിശുദ്ധ ഗ്രന്ഥം, ദാലിക്കൽ കിതാബ്, ഈ പരിശുദ്ധ ഗ്രന്ഥം എല്ലാവർക്കും മാർഗദർശനമാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല. എന്തുകൊണ്ടാണത്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഗ്രന്ഥമാണ്. വീണ്ടും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, വകുൽ ജാഹൽ ഹഖ് വസഹകൽ ബാതില ഇന്നൽ ബാതില കാന സഊക. നബിയെ, അങ്ങ് മാനവരാശിയോട് അങ്ങ് ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക നബിയെ, ജാഹൽ ഹക്ക്, സത്യമാണ് വന്നിരിക്കുന്നത്. വസഹകൽ ബാതില, ബാത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇന്നൽ ബാതില കാന സഊക, ബാത്തിലിൻ്റെ സ്ഥാനം അത് അസ്ഥാനത്താണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ. വീണ്ടും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണ് നിങ്ങൾക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. 6666 ആയത്തുകളെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ മുജിസത്തായ ഏറ്റവും വലിയ ഗ്രന്ഥം ഇന്ന് നിലനിൽക്കുകയാണ്. നിങ്ങൾക്കറിയോ, പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മാത്തമാറ്റിക്സ് ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആൻ ശാസ്ത്രീയ ചിന്തകൾക്കൊക്കെ ഏറ്റവും അനിവാര്യമായ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങളറിയണം, പരിശുദ്ധ ഖുർആനിൽ ദിവസങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് 365 തവണ അല്യോം 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 എന്ന് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കൊല്ലത്തിൽ, ഒരു വർഷത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ദിവസങ്ങൾ 365. പരിശുദ്ധ ഖുർആനിൽ ദിവസങ്ങളെക്കുറിച്ച് ആവർത്തിക്കപ്പെട്ടത് 365 ദിവസം എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. മാസങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് 12 തവണ പരിശുദ്ധ ഖുർആനിൽ മാസങ്ങളെക്കുറിച്ചും പരാമർശിക്കപ്പെട്ടു. അതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ മോജിസത്ത്. അള്ളാഹുവിനെ കുറിച്ച് ഏകദേശം 2699 തവണ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അള്ളാഹു എന്നുള്ള ആ വചനം വീണ്ടും പരിശുദ്ധ ഖുർആൻ 2699 തവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെടുകയുണ്ടായി. വാഗ്ദാനങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ 1000 തവണ വാഗ്ദാനങ്ങൾ, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്നത് 1000 തവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ താക്കീതുകളെക്കുറിച്ചും പറഞ്ഞു. 1000 തവണ താക്കീത്, നമുക്ക് താക്കീത് നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ 1000 തവണ താക്കീതിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു. ഈ ലോകത്തെക്കുറിച്ച് 115 തവണ പരാമർശിക്കപ്പെടുമ്പോൾ പരലോകത്തെക്കുറിച്ചും പറഞ്ഞു 115 തവണ. അതാണ് പരിശുദ്ധ ഖുർആൻ. മുഹബ്ബത്ത്, എഫെക്ഷൻ, ലവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 83 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ആവർത്തിക്കപ്പെട്ടപ്പോൾ ത്വാഅത്തിനെ കുറിച്ച് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ 83 പ്രാവശ്യം. അതുപോലെ തന്നെയാണ് ഹുദ, സന്മാർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ 79 തവണ ഹുദ, സന്മാർഗം, സന്മാർഗം,
കറക്റ്റ് പാന്താവ്, റൈറ്റ് പാത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന സന്മാർഗം എന്ന് 79 തവണ പറഞ്ഞപ്പോൾ റഹ്മത്തിനെ കുറിച്ചും പരാമർശിക്കപ്പെട്ടു 89 തവണ. കാഠിന്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആവർത്തിക്കപ്പെട്ടു 102 തവണ. ക്ഷമയെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു 102 തവണ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണുന്നു, അതാണ് ഞാൻ നേരത്തെ ഓതിയത്, വകുൽ ജാഹൽ ഹഖ് വസ്ഹകൽ ബാത്തില ഇന്നൽ ബാത്തില കാന സഊക. അത് പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നു, വനുനസ്സില മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് സൗഖ്യമായി കൊണ്ടല്ലാതെ പരിശുദ്ധ ഖുർആനിൻ്റെ ആഗമനം സംഭവിച്ചിട്ടേയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ അതീവ ഗൗരവത്തിൻ്റെ ഭാഷയിൽ നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ. ഫ എന്ന അക്ഷരം ഒരിക്കലും സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ബഖറ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സുദീർഘമായ അധ്യായം. നിങ്ങൾ സൂറത്ത് യാസീൻ നിങ്ങൾ 1 വട്ടം ഓതിയാൽ 10 വട്ടം ഓതിയതിന് തുല്യമാണ് അതിൻ്റെ പ്രതിഫലം. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ 3 വട്ടം ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ പരിപൂർണമായി ഒരു ഖുർആൻ ഓതിയതാണ് അതിൻ്റെ പ്രതിഫലം. സൂറത്ത് റഹ്മാൻ, പരിശുദ്ധ ഖുർആൻ, അതാണ് അതിൻ്റെ പെൺകൊടി, അതാണ് പരിശുദ്ധ ഖുർആൻ, അതാണ് അതിൻ്റെ മണവാട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കപ്പെട്ട അധ്യായം, അതാണ് സൂറത്ത് റഹ്മാൻ. സൂറത്ത് നംല്, ഉറുമ്പിനും ഒരു അധ്യായം കൊടുത്തു പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ അങ്കബൂത്ത്, 8 കാലിക്കും പരിശുദ്ധ ഖുർആനിൽ സ്ഥാനം കൊടുത്തു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വിശുദ്ധ പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ 2 കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ച് പോകല്ലേ. തറക്തു ഫീക്കും അംറൈനി, അതാണ് പറഞ്ഞത്, കിതാബല്ലാഹി വസുന്നത്തി റസൂലിഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിനെ മുറുകെ പിടിക്കണം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഗ്ലാഡ്സനാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മോന്താഴം പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് പറഞ്ഞത്, ഈജിപ്തിനെ നോക്കിക്കൊണ്ട് പറയുന്നു, വി വിൽ നെവർ ഏബിൾ ടു എൻജോയ് പീസ് ആൻഡ് ദാറ്റ് ലാൻഡ്. ഈജിപ്റ്റ് സമുദായം പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തോളം നമുക്ക് ആ ഈജിപ്തിൻ്റെ മണ്ണിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഗ്ലാഡ്സനാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരിക്കൽ ഈ വാക്കുദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങളടുത്തറിയില്ലേ, ഫേസ്ബുക്കിൽ പറഞ്ഞല്ലോ, ടോണി ബ്ലെയർ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസവും അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലേക്ക് കണ്ണു നട്ടിരിക്കാത്തൊരു ദിവസവും എൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ടോണി ബ്ലെയർ. ഞാൻ ഗൾഫിൽ ജീവിക്കുന്ന എല്ലാ ആളുകളോടൊരു സംഗതി പറയുന്നു, നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ സുബഹി മിസ്സാകുന്ന ആളുകളായിരിക്കും നിങ്ങൾ. നമ്മളൊക്കെ ഒരുപാട് തവണ സുബഹി മിസ്സാകുന്ന ആളുകളായിരിക്കും. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, ആ ആയത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുബഹിയുടെ മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അത് സൂറത്തുൽ അൽ കൗഫിലെ അവസാനത്തെ 3 ആയത്താണ്. ആ 3 ആയത്ത് ഓതി നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സുബഹിയുടെ മുമ്പ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിങ്ങൾ ഉണരുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. അത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. പ്രവാചകനെ നാം നിയോഗിക്കപ്പെട്ടത് ഷാഹിദൻ, അത് തെളിവുകാരനാണ്, വമുബശ്ശിറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനും, വനദീറ നിങ്ങൾക്ക് താക്കീതുകാരനുമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ അതീവ ഗൗരവത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഖുർആൻ വീണ്ടും പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ മാർഗദർശനമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലഘട്ടം 63, നുബുവത്ത് 40-ാമത്തെ വയസ്സിൽ, 10 വർഷം മക്കയിലെ ജീവിതം, ശേഷിപ്പ് മദീനയിൽ, അങ്ങനെ മൊത്തത്തിൽ 63-ാമത്തെ വയസ്സ് 63 വയസ്സ് വരെ ജീവിച്ചു പ്രവാചകൻ. വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂനാണ്. സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാനത്തെ 3 ആയത്ത്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്
അസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ആ തുടങ്ങുന്ന ആയത്ത് അതൊരു മരണത്തിലേക്കുള്ള സൂചനയായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസവും നിങ്ങളെ പിന്തിക്കില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുദ്ധരിച്ചുകൊണ്ട് മദീനയിലെ പ്രമുഖരായ സഹാബി വര്യന്മാർ ഈ ആയത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് 63-ാമത്തെ വയസ്സിൽ തന്നെ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ മുമ്പ് മദീനയിലെ പ്രമുഖരായ സഹാബി വര്യന്മാർ ഗവേഷണം നടത്തിയതായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. സൂറത്ത് 64-ാമത്തെ അധ്യായം സൂറത്ത് തഗാബുൻ എന്നാണ്. നിങ്ങൾക്ക് വമ്പിച്ച നഷ്ടം, വമ്പിച്ച നാശം എന്നർത്ഥം വരുന്ന വിശുദ്ധ ഖുർആൻ ഈ രണ്ട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഈ 63-ാമത്തെ ആയത്തും 64-ാമത്തെ ആയത്തും ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാന്മാരായ നേതാക്കന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണം കൊണ്ട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ്, വഫാത്താകുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹിൻ്റെ വഫാത്ത് 63-ാമത്തെ വയസ്സിൽ സംഭവിക്കുമെന്ന് അത്രയും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ സഹാബി വര്യന്മാർ ഗവേഷണം നടത്തിയതായി വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തെ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇസ്ലാം ലോകത്ത് മുഴുവനും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്ത് 23 വർഷക്കാലം കൊണ്ട് വിശ്വപ്രവാചകൻ നിർവഹിച്ച വിപ്ലവം ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു. നിങ്ങളറിയോ, പസഫിക് സമുദ്രത്തിൻ്റെ തീരത്ത് ഞണ്ടി വിറ്റ് ജീവിച്ചവരായിരുന്നു യൂറോപ്യൻ ജനത. അവർക്ക് മാനവികത പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമായിരുന്നു. ഒരു കൈയിൽ ഒട്ടകത്തെ അടിക്കുന്ന ചാട്ടവയറും മറ്റൊരു കൈയിൽ ഒട്ടകത്തെ മേക്കുന്ന മൂക്കുകയറുമായിരുന്ന അറേബ്യൻ ജനതയിലേക്ക് മാത്രമല്ല, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, വിശ്വപ്രവാചകനെ നിയോഗിക്കപ്പെട്ടത് ലോകർക്ക് മുഴുവനും മാർഗദർശനമായിക്കൊണ്ടല്ലാതെ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്താണെന്നറിയോ? അമേരിക്കയിൽ എല്ലാ വർഷവും, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഓരോ വർഷവും ഇസ്ലാമിലേക്ക്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് 20,000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് അമേരിക്കയിൽ കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിർത്താനും കഴിയുന്നില്ല. അത്രയും വലിയ മാസ്മരിക ശക്തിയാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. നിങ്ങൾക്കറിയില്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ ഡൽഹി സിംഹാസനത്തിലിരുന്നു കൊണ്ട് ഡൽഹി സിംഹാസനത്തിൻ്റെ തൻ്റെ സ്വന്തം ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു. ഇന്ത്യയുടെ കലയിൽ, ഇന്ത്യയുടെ ഭാഷയിൽ, ഇന്ത്യയുടെ സംസ്കാരത്തിൽ, ഇന്ത്യയുടെ പൈതൃകത്തിൽ, ഇന്ത്യയുടെ മാനവികതയിൽ എല്ലാറ്റിലും പരിശുദ്ധ ഇസ്ലാം സ്വാധീനം ചെലുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യ രാജ്യത്തിൻ്റെ ടൂറിസത്തിൽ പോലും ഈ മതം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കുത്തുബ് മിനാർ ആരുടെ സംഭാവനയാണ്? മുസൽമാൻ്റെ സംഭാവനയാണ്. താജ്മഹൽ ആരുടെ സംഭാവനയാണ്? മുസൽമാൻ്റെ സംഭാവനയാണ്. ഡൽഹി ജുമാ മസ്ജിദ് ആരുടെ സംഭാവനയാണ്? മുസ്ലിം സമുദായത്തിൻ്റെ സംഭാവനയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ ഡൽഹി സിംഹാസനത്തിരുന്നു കൊണ്ട് ഔറംഗസീബിൻ്റെ ഭരണകാലഘട്ടങ്ങൾ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായമാണ്. നമുക്ക് അഭിമാനിക്കാം, ഇല്ലേ? നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ അത് സാധിക്കും. കേരളത്തിലുണ്ട് ഇപ്പോൾ ഒരു നാണം കെട്ട പ്രാസംഗിക, ഞാൻ ഈ വേദിയിൽ അത് ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ശശികല എന്ന് പറയുന്ന ടീച്ചർ ഇൻ്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഇസ്ലാമിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ സജ്ജമാകണം നമ്മൾ. വിവര സാങ്കേതിക വിദ്യ അനുദിനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിൽ പ്രതികരിക്കാൻ സജ്ജമാകണം ഇസ്ലാമിക പ്രബോധകന്മാർ. അതാണ് ഈ മഹല്ല് കമ്മിറ്റിൻ്റെ, ഈ താഴേക്കോട് മഹല്ല് കമ്മിറ്റി നിവാസികളുടെ ഈ പരിപാടിയിൽ എനിക്ക് ആവർത്തിക്കപ്പെടാനുള്ളത്. ഇസ്ലാമിനെ കുറിച്ച് ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുലമ്പുന്നത്. കേരളത്തിൻ്റെ വേദികളിൽ, ഹിന്ദു വേദികളിൽ പ്രസംഗിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കണം. ആയിരക്കണക്കിന് കലാലയങ്ങൾ, നിങ്ങളുടെ പെരിന്തൽമണ്ണയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന
8, 8.5, 10 പതിറ്റാണ്ട് കാലത്തോളം മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങളുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്നത്, അതിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നു. അത് ശശികലക്ക് അറിയില്ലെങ്കിൽ ശശികല പഠിക്കണം, ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അല്ലാതെ ഹിന്ദുവേദികൾ മലിനീയമാക്കപ്പെടരുത് എന്നാണ് സാന്ദർഭികമായി ഇവിടെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനമുള്ളവരെ, ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾ ഇന്നറിയോ, ഞാൻ കൊണ്ടോട്ടി കാസിയാറക മാലി വെൽഫെയർ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ആളാണ്. എൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സംഷു. ഇന്ന് ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ പരിപാടി ഇങ്ങനെ താഴേക്കോട് മാലിൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ വന്നതാണ്. അള്ളാഹു നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ഉചിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകൾ, ഏകദേശം കഴിഞ്ഞ വർഷം ഞങ്ങൾ 20 രോഗികളെ ഞങ്ങൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരുന്നു. നല്ലൊരു എമൗണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, അതിൻ്റെ നല്ല നല്ല ശുഭലക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഈ വർഷവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 20-ൽ നിന്ന് 25 ഇൻഷാ അല്ലാഹ് നാട്ടിൽ നിന്ന് വീണ്ടും റിക്വസ്റ്റ് വരുന്നു ഞങ്ങളെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ നല്ലൊരു എമൗണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് എല്ലാ മാസവും ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കണം. ഇത് ജീവിതത്തിൽ നമുക്കിത് മാത്രമേ ബാക്കിയാകുകയുള്ളൂ, മറ്റൊന്നും ബാക്കി നിൽക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വപ്രവാചകൻ പറഞ്ഞില്ല, മഹ്ശറ എന്ന വൻ സഭയിലെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ 7 വിഭാഗത്തെ ആളുകളെക്കുറിച്ച് എണ്ണി. അവിടെ പറഞ്ഞൊരു വിഭാഗം റജുലുൻ കൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, മസ്ജിദുകളുമായി ബന്ധപ്പെടുന്ന ആളുകൾ. അവർക്കാണ് നാളെ റബ്ബിൻ്റെ അർശിൻ്റെ തണൽ ലഭ്യമാകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ റജുലും കൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അതാഴിത്തീരണമെങ്കിൽ ഇതുപോലെയുള്ള താഴേക്കോട് മഹലിനെ പോലെയുള്ള നല്ല മഹല്ലുകളുമായി ബന്ധപ്പെടുത്തണം. സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകണം. നമ്മുടെ നാടുകളിൽ കഷ്ടപ്പെടുന്ന ആളുകളെ കൈപിടിച്ചുയർത്തി അവരെ സമൂഹത്തിൻ്റെ ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ എല്ലാവിധ ശ്രമങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയൊരു പ്രാസംഗികൻ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ മഹല്ല കമ്മിറ്റിയിൽ 2-3 പ്രാവശ്യം മൂപ്പര ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിച്ചു. തിരൂർക്കാട് ഷെരീഫ് മാസ്റ്റർ അവറുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങളെപ്പോലെ ഞാനും വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാനിരിക്കുന്ന ഈ ശുഭവേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഇൻഷാ അല്ലാഹ് തീയിലിട്ട് നശിപ്പിച്ചാലും സ്വന്തം ചാരത്തിൽ നിന്ന് ജന്മമെടുത്ത് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പറന്നുയരുന്ന അങ്ങകലയുള്ള ഈജിപ്ഷ്യൻ ഇതിഹാസത്തിലെ ഫിനിക്സ് പക്ഷിയെപ്പോലെ നിങ്ങൾ ചിറകടിച്ച് പുതിയ ചിന്തകളും പുതിയ മാനങ്ങളും കണ്ടെത്താൻ താഴേക്കോട് മഹല്ല് നിവാസികൾക്ക് കഴിയുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന പരിശുദ്ധ വചനം ഉപയോഗിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സമയത്തിൻ്റെ കുറവ് മൂലം ആശംസ ഒരാളിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആശംസ നേരുന്നതിന് വേണ്ടി ആഷിം നാലകത്തിനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ റഫീഖ് ചെറുശ്ശേരി, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകൻ ഷെരീഫ് മാസ്റ്റർ തിരൂർക്കാട്, അധ്യക്ഷൻ നാലകത്ത് റഷീദ്, അതുപോലെ തന്നെ MT ജലീൽ, MT അഫ്സൽ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനും ശ്രവിക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കാരണവന്മാരെ, സുഹൃത്തുക്കളെ, കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. താഴേക്കോട് സംയുക്ത മഹല്ല് കമ്മിറ്റി
ഏകദേശം ഒരു 3 മാസത്തോളമായി ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ഈ ഒരു സംഗമം തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം പ്രത്യേകം ഞങ്ങൾ കമ്മിറ്റി ഇവിടെ കൂടിയപ്പോൾ തന്നെ, ഞാൻ പുതുതായി ഇവിടെ വന്ന ആളാണ്, 5 മാസമേ ആയിട്ടുള്ളൂ. എങ്കിലും കമ്മിറ്റികളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ തന്നെ ഇതൊരു സങ്കീർണമാക്കി കൊണ്ടുപോകാനല്ല, മറിച്ച് വിശാലമാക്കി കൊണ്ടുപോകാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സംയുക്ത മഹല്ല് എന്നുള്ള രൂപത്തിൽ ഇതിന് പേര് നൽകിയത്. ഇവിടെ ഇതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ അഫ്സൽ സ്വാഗത പ്രസംഗത്തിൽ വളരെ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചു. പ്രവാസികളായ സുഹൃത്തുക്കളുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കൂടുതൽ പരിഗണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നാട്ടിൽ മഹല്ലിൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റേതെല്ലാം രംഗത്ത് ആവശ്യകത തോന്നുന്നുണ്ടോ അത് അപ്പോൾ കമ്മിറ്റി ചർച്ച ചെയ്ത് അതിനനുസരിച്ചുള്ള വിധത്തിലൊക്കെ സഹായം നൽകണമെന്ന് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രവാസികളുടെ രൂപത്തിൽ പറഞ്ഞാൽ കമ്മിറ്റി ഒരു ടേക്ക് ഓഫിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പിന്തുണയോടുകൂടി അതിൻ്റെ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അഡ്ഹോക്ക് കമ്മിറ്റി നമുക്ക് പിന്നീട് ഒരു സ്ഥിരം കമ്മിറ്റിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമുണ്ട്. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള വരുന്ന കമ്മിറ്റികളിലും നിങ്ങളെ വിളിക്കുന്ന സാഹചര്യങ്ങളിലും ഇവിടെ എത്തിച്ചേർന്ന് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ മുഖ്യ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത് കുടുംബവും നമ്മുടെ കുട്ടികളും എന്നുള്ളതാണ്. അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഷെരീഫ് മാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഷെരീഫ് മാസ്റ്ററെ ഇത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി, ഇതൊരു കാലികമായ വിഷയമാണ്. കാരണം സൈബർ ലോകത്ത് അതിനെ വേണ്ട രീതിയിൽ അനുയോജ്യമായി മുന്നോട്ട് കൊണ്ടുപോവാതെ പല രൂപത്തിലേക്കും വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കേണ്ടതിനെയും വർജിക്കേണ്ടതിനെ വർജിക്കുവാനും ഉള്ള ഒരു സെൻസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ ആവശ്യമാണ് എന്നുള്ളത് ചർച്ചയിൽ വന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി ലിയഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ താഴക്കോട് മഹല്ല് നിവാസികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താഴക്കോട് അങ്ങാടിയിലൂടെ ഒരു 10-25 വർഷം മുമ്പ് 3 വർഷം മണ്ണാർക്കാട് കോളേജിലേക്ക് പോയിട്ടുണ്ട്. എന്നും രാവിലെ മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ഒരു ഗോൾഡൻ ബസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന്? അവിടെ പഴയ കാലത്തൊക്കെ ഓർമ്മയുണ്ട്. ഗോൾഡൻ ബസ്സിൻ്റെ ആ 2-3 മുന്നിൽ നിന്നുള്ള ഒരു 4-5 സീറ്റിൻ്റെ ബാക്കിലുള്ള ഒരു സീറ്റിൽ സ്ഥിരമായിട്ട് ഇരിക്കാറുണ്ട്. എന്നും ഓർക്കുന്ന ഒരു പ്രദേശമാണ് കടന്നുപോയത്. ഡെയിലി 3 വർഷക്കാലം കടന്നുപോയിട്ട് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചതാണ്. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഇത്തരം സദസ്സുകൾ, മഹല്ല് കമ്മിറ്റികളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല.
നമ്മുടെ ആധുനിക കാലഘട്ടം ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭീകരമായ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള വാർത്തകളാണ് പത്രത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. വിചിത്രമായ വാർത്തകളാണ്. പണ്ടൊന്നും നമ്മൾ അങ്ങനെ കേട്ടിരുന്നില്ല. ഇപ്പൊ മിനിഞ്ഞാന്നൊരു സുഹൃത്തിനോട് പറയണ്ടായി, ഒരു ദിവസം 4 വാർത്തയെങ്കിലും വരാത്ത, അഥവാ ഈ ബലാത്സംഗങ്ങൾ, പിടിച്ചുപറി, വിചിത്രമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇത്തരം ന്യൂസുകൾ അല്ലെങ്കിൽ ഇത്തരം വാർത്താ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വരുന്നത് അത് വായിക്കാൻ പോലും പറ്റാത്ത അത്ര മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് 2012 വനിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസിക ഒരു റിപ്പോർട്ട് 2012 നവംബർ മാസത്തിലാണ് എനിക്ക് തോന്നുന്നത് ഒരു റിപ്പോർട്ട് വന്നിരുന്നത്. കേരളത്തിലുള്ള കുടുംബ കലഹങ്ങളും ഒരു ചർച്ചയാണ്, ഒരു പഠന റിപ്പോർട്ടിനെ വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. 40% കേരളത്തിലെ മൊത്തം ജനസമൂഹം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള കുടുംബങ്ങളിലെ കലഹങ്ങൾ, പരസ്പരം സ്വരച്ചേർച്ചയില്ലായ്മ നിലനിൽക്കുന്നു എന്ന് പറയണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാവാം, കുട്ടികളായിട്ടുള്ള പ്രശ്നങ്ങളാവാം. അതിൽ കണക്കെടുത്ത് പറയുന്നുണ്ട്, അത് 3 മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് MBBSന് ഔസർജൻസി പൂർത്തിയാകാത്ത ഡോക്ടേഴ്സിനെ ഉപയോഗിച്ച് നടത്തിയ ഒരു പഠനമായിരുന്നു. പുറത്തേക്ക് പറയാത്ത 75% ഉണ്ട് എന്നാണ്. അത് വളരെ വളരെ ഇതാണ്. നമ്മളെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആ വിഷയങ്ങളോട് പറയാൻ ആഗ്രഹിക്കണം. ആ പഠനത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ 40% കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസംതൃപ്തിയും പരസ്പരമുള്ള യോജിപ്പില്ലായ്മയും നിലനിന്നുകൊണ്ട് തന്നെ അവർ ജീവിക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ്. എങ്ങനെ കുട്ടികളൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഒരു സഹിക്കുക എന്ന് പറയുന്നു. അത് ഈ ശാരീരികമായിട്ടുള്ള അതിന് സൈക്കോളജിയിലൊക്കെ പറയുന്ന ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ രോഗം ഉണ്ടാവും എന്നാണ്. ഈ സഹിക്കലുണ്ടല്ലോ, ഞാൻ സഹിക്കുകയാണ് ജീവിതം, ഒരു സംതൃപ്തിയില്ല. അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങൾ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പരസ്പരം സംതൃപ്തിയില്ല എന്ന് മാത്രമല്ല, പരസ്പരം അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്ന ഒരു വിഭാഗം. പരസ്പരം വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു സംശയത്തിൻ്റെ 13% അവർ പഠനം നടത്തിയിട്ടുള്ള 2000-ഓളം ഭാര്യ ഭർത്താക്കന്മാരിൽ നടത്തിയ പഠനത്തിൽ 13% ആളുകൾ അത് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. അവർ ഈ 3 മെഡിക്കൽ കോളേജിൽ വരുന്ന കേസുകളും അതിൽ ആ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. 3 മെഡിക്കൽ കോളേജിൽ വന്ന അവിഹിത ഗർഭം ധരിച്ചിട്ടുള്ള ഏകദേശം 250-ഓളം കേസുകളിൽ അവർ പറയുന്നത് ഈ 250-ഓളം കേസുകളിൽ ഏകദേശം 75% ആ പെൺകുട്ടികൾ ബ്രോക്കൺ ഫാമിലിയിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. അഥവാ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കുടുംബങ്ങളാണ് എന്ന് അവർ കണ്ടെത്തിയ ഒരു ഭീകരമായ ഒരവസ്ഥ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മീഡിയയിൽ കാണുന്നത് പോലെ സ്വന്തം ഒരു വളരെ വളരെ വൃദ്ധനായിട്ടുള്ള 60-70 വയസ്സായിട്ടുള്ള ആളുകൾ വിചിത്രമായ രീതിയിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള പീഡനങ്ങൾ, കുട്ടികളെ പീഡിപ്പിച്ചതായിട്ടുള്ള അഥവാ ഒരു തരം ലൈംഗികമായിട്ടുള്ള അന്ധത ബാധിച്ച, ഭ്രാന്ത് ബാധിച്ച രീതി യഥാർത്ഥത്തിൽ കാണുന്ന ഒരു സംഭവം. ഇങ്ങനെ ഉള്ള കുറേ വിഷയങ്ങളാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അതിനുശേഷം പറഞ്ഞ ആശംസാ പ്രസംഗത്തിലൊക്കെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ആളുകൾക്ക് താല്പര്യമല്ല.